ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റ് തിയറിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സെറ്റ് തിയറി എന്ന് നോക്കാം. സെറ്റ് തിയറി: എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് എ ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റീവ്സ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്, ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സിൻ്റെ വെൽ ഡിഫൈൻഡ് കളക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഒബ്ജക്റ്റ് മേ ബി എനിത്തിങ്. ഒബ്ജക്ട്സ് എന്തൊക്കെ ആവാം? നമ്പേഴ്സ് ആവാം, പീപ്പിൾസ് ആവാം, ബുക്സ് ആവാം, ലെറ്റേഴ്സ് ഓഫ് ദ ആൽഫബറ്റ്സ് ആവാം, റിവേഴ്സ് ആവാം, ലൈൻസ് ആൻഡ് പോയിൻറ്റ്സ് ഇൻ ജോമെട്രി ആവാം, ദെൻ ഔട്ട്കംസ് ഓഫ് ദ റാൻഡം എക്സ്പെരിമെൻറ്റ്, അതായത് പ്രോബബിലിറ്റി ആവാം. ഇതിൽ ഏതുമാവാം എന്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷനെയാണ് നമ്മൾ സെറ്റ് തിയറി എന്ന് പറയുന്നത്, അല്ലെ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഈച്ച് ഒബ്ജക്റ്റ് ഓഫ് ദ സെറ്റ് ഈസ് കോൾഡ് എലമെൻറ്റ് ഓർ മെമ്പർ. ഓക്കെ, ഓരോ സെറ്റിലെ ഓരോ ഒബ്ജക്റ്റിനെയും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്പേഴ്സ്, പീപ്പിൾ, ബുക്ക്, ലെറ്റർ, ഇങ്ങനെ എന്തും ആവാലോ സെറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കളക്ഷനാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ ഒബ്ജക്റ്റിനെയും നമുക്ക് എന്ത് പറയാം? എലമെൻ്റ് ആണെന്ന് പറയാം. എന്തിൻ്റെ എലമെൻ്റാണ്? ഇസ് എ എലമെൻറ്റ് ഓഫ് ദി സെറ്റ്, അല്ലെങ്കിൽ മെമ്പർ ഓഫ് ദി സെറ്റ് എന്ന് പറയാം. ഓക്കെ ഓക്കെ സെറ്റ് ആർ യൂഷ്വലി റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. സെറ്റിന് എപ്പോഴും തന്നെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കും എന്ത് ചെയ്യുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സെറ്റ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കും സെറ്റിന്. ഓക്കെ, ഫോർ എക്സാമ്പിളായിട്ട് ഒരു സെറ്റ് എഴുതുകയാണ്, എ ഈക്വൽസ് ടു, ഇത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. എ ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റിൽ നമുക്ക് എന്താണോ വേണ്ടത്, എ ബി സി, ഇതിനെ നമുക്കൊരു സെറ്റ് എന്നാണ് പറയാം. ഓക്കെ, ഇനി വേറൊരു രീതിയിൽ എഴുതുകയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എ ബി സി. ഓക്കെ, ഇതിനെ നമുക്കൊരു സെറ്റാന്ന് പറയാം. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കണം സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ. ഓക്കെ, ഇത് എ എന്ന് പറഞ്ഞ സെറ്റാണ്, ഇത് എക്സ് എന്ന് പറഞ്ഞ സെറ്റാണ്. ഇപ്പം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ലൈക്ക് എ, ബി, എം, എക്സ്, ഇതൊക്കെ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. അതേപോലെ എലമെൻറ്റ്സ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് സ്മോൾ ലെറ്റേഴ്സിലായിരിക്കണം എലമെൻറ്റ്സ് കൊടുത്തിരിക്കേണ്ടത്. ഓക്കെ, എ, ബി, സി ആൻഡ് എക്സ്. ഓക്കെ, ഇതാണ് സെറ്റിനെ കുറിച്ച് ചെറുതായിട്ട് പറയാനുള്ളത്. ദെൻ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് ഡിസ്ക്രൈബിങ് എ സെറ്റ്. ഒരു സെറ്റിനെ നമ്മൾ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുക? ഓക്കെ, രണ്ട് തരത്തിലാണ് സെറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഒന്ന് ടാബുലർ മെത്തേഡ് അല്ലെങ്കിൽ റോസ്റ്റർ മെത്തേഡ് എന്ന് പറയും. ടാബുലർ മെത്തേഡ് ഓർ റോസ്റ്റർ മെത്തേഡ്. സെക്കൻഡ് മെത്തേഡാണ് സെലക്ടർ മെത്തേഡ് ഓർ റൂൾ മെത്തേഡ് ഓർ സെറ്റ് ബിൽഡർ മെത്തേഡ്. ഇങ്ങനെ 3 മെത്തേഡിൽ നമുക്ക് രണ്ടാമത്തെ മെത്തേഡിനെ പറയാം. ഇങ്ങനെ എത്ര മെത്തേഡാണ് ടോട്ടലി ഉള്ളത്? 2 മെത്തേഡാണ്. ടാബുലർ മെത്തേഡ് ഓർ റോസ്റ്റർ മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ് സെലക്ടർ മെത്തേഡ് ഓർ റൂൾ മെത്തേഡ് ഓർ സെറ്റ് ബിൽഡർ മെത്തേഡ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ടാബുലർ മെത്തേഡാണ്. ഓക്കെ, ടാബുലർ മെത്തേഡ് ഓർ റോസ്റ്റർ മെത്തേഡ് നോക്കാം. ഇൻ ദിസ് മെത്തേഡ് ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ദ സെറ്റ്സ് ആർ റിട്ടൺ വിത്തിൻ ബ്രാക്കറ്റ്സ് ഓർ കോളി ബ്രാക്കറ്റ്സ് ഓർ സ്ക്വയർ ബ്രാക്കറ്റ്സ്. ഇങ്ങനെ ഇത് ഈ കാണുന്ന ഏതൊരു ബ്രാക്കറ്റിലും നമ്മൾ എലമെൻറ്റ്സിനെ എഴുതുകയാണെങ്കിൽ നമുക്കതിനെ ടാബുലർ മെത്തേഡായിട്ടാണ് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് എ ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് ഏതാണോ എലമെൻറ്റ്സ്, ഇപ്പോൾ 1, 2, 3 ആണെങ്കിൽ അതാണ് എന്ത് നെക്സ്റ്റ്, അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇനി വേറെ എ ഈസ് ഈക്വൽ ടു നമുക്ക് ഈ ഒരു ബ്രാക്കറ്റ് ഇട്ടുകൊണ്ടും എഴുതാം, 1, 2, 3, ഇതേ ബ്രാക്കറ്റിൽ നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി എ ഈസ് ഈക്വൽ ടു ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം. ഓക്കെ, എന്നിട്ട് 1, 2, 3 എലമെൻറ്റ്സ് ചെയ്ത് ആ ബ്രാക്കറ്റിൽ തന്നെ ഇത് ക്ലോസ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ എഴുതുന്നതിനാണ് നമ്മൾ ടാബുലർ മെത്തേഡ് അല്ലെങ്കിൽ റോസ്റ്റർ മെത്തേഡ് എന്ന് പറയാം. വൈൽ റൈറ്റിംഗ് ദ എലമെൻറ്റ്സ് ദ ഓർഡർ ഓഫ് ദ ലിസ്റ്റിംഗ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ നമ്മൾ ടാബുലർ മെത്തേഡിൽ നമ്മൾ സെറ്റ്സ് എഴുതുമ്പം അതിൻ്റെ ഉള്ളിൽ എഴുതുന്ന എലമെൻറ്റ്സിന് ഓർഡർ ഉണ്ടായിരിക്കണം എന്ന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. അതിനുള്ളൊരു എക്സാമ്പിളാണ് ഈ തന്നിരിക്കുന്നത്. നോക്കുക, ദ സെറ്റ് ഓഫ് ദ പ്രൈമറി കളേഴ്സ് ആർ ടു ബി റിട്ടൺ ആസ്. പ്രൈമറി കളേഴ്സ് അറിയാലോ നമുക്ക് എല്ലാവർക്കും, എന്താണ്? റെഡ്, ഗ്രീൻ ആൻഡ്
ബ്ലൂ ആണ് നമ്മുടെ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ എഴുതാം? പി ഈസ് ഈക്വൽ ടു റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം. അതേപോലെ ഈ ഓർഡറിലല്ലാതെയും നമുക്ക് എഴുതാം പി ഈസ് ഈക്വൽ ടു ഗ്രീൻ, റെഡ്, ബ്ലൂ. ഇനി വേണമെങ്കിൽ ബ്ലൂ, റെഡ്, ഗ്രീൻ എന്ന് എഴുതാം. എങ്ങനെ വേണമെങ്കിലും ആ കളേഴ്സ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൂ. നമ്മൾ എലമെൻറ്റ് ഏതാണോ അത് ഓർഡർ ഉണ്ടായിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൽ തന്നെ ഫർദർ എനി എലമെൻറ്റ് മേ ബി റിപ്പീറ്റഡ് എനി നമ്പർ ഓഫ് ടൈംസ്. ഇനി എന്താണ്, ഏത് എലമെൻറ്റിനും എത്ര തവണ വേണമെങ്കിലും ഈ ഒരു സെറ്റിൽ എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്യാം. അതും ഒരു പ്രശ്നമല്ല. അതിനൊരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. ദ സെറ്റ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ ബിലോ 50. 50 താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ സെറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? ഇറ്റ്സ് ഓൾസോ ബി റിട്ടൺ ആസ് 4, 9, 16 സെറ്റ് ഈസ് ഈക്വൽ ടു എന്നാണ് ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് സ്ക്വയേഴ്സ് എഴുതാം. ഓക്കെ, ഇത് നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. എങ്ങനെ എഴുതാം? 36, 16, 25, 4, 9, 36, 4. ഇവിടെ നമുക്ക് നോക്കാം 2 വട്ടം 4 ആവർത്തിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കുഴപ്പമില്ല. അതേപോലെ 36 2 വട്ടം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. 9 2 വട്ടം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഇതും എന്താണ്? ഒരു ടാബുലർ മെത്തേഡാണ്. റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. ഇങ്ങനെ എഴുതുന്ന ഈ സെറ്റ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന എലമെൻറ്റ്സ്, ഇതിലെ കോമൺ, രണ്ട് സെറ്റിൻ്റെയും കോമൺ എലമെൻറ്റ്സ് ഏതാ നോക്കുക. 9, 4, 9, 16, 25, 36 ആൻഡ് 49. ഓക്കെ, ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ടാബുലർ മെത്തേഡ് അല്ലെങ്കിൽ റോസ്റ്റർ മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, ടാബുലർ മെത്തേഡിന് കുറച്ചുകൂടി എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വൺ, എ സെറ്റ് ഓഫ് നമ്പർ 2, 4, 7 ആൻഡ് 8. 2, 4, 7, 8ൻ്റെ സെറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ടാബുലർ മെത്തേഡിൽ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 2, 4, 7, 8. ഓക്കെ, ഇനി രണ്ടാമത്തെ സെറ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. നമുക്കറിയാലോ എന്താണ് വവൽസ്? എ ഇ ഐ ഒ യു ആണ് വവൽസ് ഉള്ളത്. സോറി, ഇവിടെ ഒരു ഐയും കൂടിയും ചേർക്കാനുണ്ട്. എ ഇ ഐ ഒ യു ആണ്. ഓക്കെ, അപ്പം നമ്മൾ ടാബുലർ മെത്തേഡിൽ എഴുതുമ്പോൾ ബ്രാക്കറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് ഏതാണോ വവൽസ് നമുക്ക് തന്നിരിക്കുന്നത് എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് നമ്മളതിൽ കോമ ഇട്ടിട്ട് എഴുതണം. അത് നിർബന്ധമാണ്. ഇനി നെക്സ്റ്റ്, ദ സെറ്റ് ഓഫ് ഔട്ട്കംസ് വെൻ എ കോയിൻ ഈസ് ടോസ്റ്റ്. നമുക്കറിയാം ഒരു കോയിൻ ടോസ് ചെയ്യുമ്പം 2 ഓപ്ഷൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. ഒരു ഹെഡും അതേപോലെ ഒരു ടെയിലും. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് എന്താണ്? ഔട്ട്കംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹെഡും ടെയിലും ആണ്. അപ്പോൾ ഹെഡ് കോമ ടെയിൽ. ദെൻ നെക്സ്റ്റ്, ദ സെറ്റ് ഓഫ് പോസിബിൾ പോയിൻറ്റ്സ് ദാറ്റ് അപ്പിയർ വെൻ എ ഡൈ ഈസ് ത്രോൺ. ഒരു ഡൈസ് നമുക്കറിയാമല്ലോ, നമ്മൾ ലൂഡോസ് ഒക്കെ കളിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ആ ചെറിയൊരു കട്ടാണ് എന്ത്? ഡൈസ് എന്ന് പറയുന്നത്. നമുക്കറിയാം അതിൽ എത്ര വശങ്ങളാണുള്ളത്? 6 വശങ്ങളാണ്. അതിൽ നമ്പേഴ്സ് ഉണ്ട് 1, 2, 3, 6 വരെയാണ് ഉള്ളത്. അപ്പം ഈ ലുഡോ ത്രോ ചെയ്യുമ്പം ഉണ്ടാവുന്ന ഔട്ട്കംസിൻ്റെ ഒരു പോസിബിൾ പോയിൻറ്റ്സ് ഏതൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്, അതിൻ്റെ ടാബുലർ മെത്തേഡിൽ ഒരു സെറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 6 എലമെൻറ്റ്സ് ആണ് നമുക്കതിൽ ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുക? 1, 2, 3, 4, 5, 6. ഓക്കെ, നെക്സ്റ്റ്, ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജർ ദാറ്റ് ആർ മൾട്ടിപ്ലൈഡ് ഓഫ് 4. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം കിട്ടുന്ന പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 0, 1, 2, 3, 4ഉം അതേപോലെ 0, -1, -2, -3, അങ്ങനെ പോകും. ഓക്കെ, അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. 4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എത്രയാണ്? അപ്പോൾ ടാബുലർ മെത്തേഡിൽ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആണ്, നമുക്ക് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം 4, 8, 12, 16 പിന്നെ ഉള്ളത് എക്സെട്ര ഇട്ടിട്ട് എന്ത് ചെയ്യുക? എഴുതാം. ദെൻ ദ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്, ഒരു ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെറ്റ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 0യുടെ പോസിറ്റീവ് ഇൻറ്റിജേഴ്സും ഉണ്ട്, അതേപോലെ നെഗറ്റീവ് ഇൻറ്റിജേഴ്സും ഉണ്ട് അല്ലേ? ഓക്കെ, പോസിറ്റീവ് ഇൻറ്റിജേഴ്സും ഉണ്ട്, നെഗറ്റീവ് ഇൻറ്റിജേഴ്സും ഉണ്ട്. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 0 ആണ് നടുവിലുണ്ടാവുക. അപ്പം 1, 2, 3 ഇങ്ങോട്ടേക്ക് പോസിറ്റീവും അതേപോലെ ഇങ്ങോട്ടേക്ക് എന്താണ് ഉണ്ടാവുക? നെഗറ്റീവും ആണ് ഉണ്ടാവുക.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ടാബുലർ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് സെലക്ടർ മെത്തേഡ് ഓർ റൂൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സെലക്ടർ മെത്തേഡ് ഓർ റൂൾ മെത്തേഡ്. In this method, if all the elements of a set possess some common property, ഈ ഒരു മെത്തേഡ് പ്രകാരം സെറ്റ് എന്താണ്, ഒരു കോമൺ പ്രോപ്പർട്ടീൻ്റെ ബേസിലായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ഡിസ്റ്റിങ്വിഷസ് ദ സെയിം എലമെൻറ്റ്സ് ഫ്രം ദ അതർ നോൺ എലമെൻറ്റ്സ്. ഇതെന്ത് ചെയ്യുന്നു, സെയിം എലമെൻറ്റ്സിനെ മറ്റ് നോൺ എലമെൻറ്റ്സിൽ നിന്ന് ഇതിനെന്ത് ചെയ്യുന്നു, ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ദാറ്റ് പ്രോപ്പർട്ടി മേ ബി യൂസ്ഡ് ടു ഡെസിഗ്നേറ്റ് ദ സെറ്റ്. സെറ്റിനെ ഡെസിഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കോമൺ പ്രോപ്പർട്ടീസാണ് ഈ സെറ്റിന് എന്ത് ചെയ്യുന്നത്, പൊസസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ദ സെറ്റ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ബിലോ 50 മേ ബി റിട്ടേൺ ഇൻ ദിസ് മെത്തേഡ്. 50 താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സിലെ സെറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്, നമ്മുടെ സെലക്ടർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ റൂൾ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് എഴുതുക. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിന് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ നോക്കാം. എസ് ഈസ് ഈക്വൽ ടു, അതായത് സെറ്റ് ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എക്സ്. ഓക്കെ, എക്സ് ദാറ്റ് ഈസ്, അതായത് ഈ 2 കോളൻ ഇട്ടിട്ടുള്ളത് ദാറ്റ് ഈസ് എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. സോറി, ദാറ്റ് ഈസ് അല്ല, സച്ച് ദാറ്റ് എന്നാണ്. ഓക്കെ, സച്ച് ദാറ്റ് എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ ആൻഡ് 1 less than or equals one greater than or equal x. x എന്തായിരിക്കണം, 1 വലുതായിരിക്കണം. അതേപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ 50. ഓക്കെ, 50 ചെറുതുമായിരിക്കണം. അതായത് 1ൻ്റെയും 50ൻ്റെയും ഇടയിലായിരിക്കണം. കാരണം ബിലോ 50 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം 50 താഴെ ആയിരിക്കണം, 1 കൂടുതലും ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു വട്ടം വേണമെങ്കിൽ ഈ ഒരു സംഭവത്തിനെ എഴുതാം. ഈ പെർഫെക്റ്റ് സ്ക്വയർ ബിലോ 50 എന്നുള്ളത് നമുക്ക് ഇങ്ങനെ സെറ്റാക്കി എഴുതാം. അല്ലെങ്കിൽ വേറെ രീതിയിൽ എഴുതുകയാണെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് പെർഫെക്റ്റ് സ്ക്വയർ ആൻഡ് 1 greater than or equal to x and less than or equal to 50. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതാം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് മീൻസ് ദാറ്റ് സെറ്റ് എസ് കണ്ടെയ്ൻ ഓൾ ദ എക്സ്, എല്ലാ എക്സ്, ഓൾ ദ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ ബിറ്റ്വീൻ 1 to 50. എല്ലാ എക്സും എന്താണ് കണ്ടെയ്ൻ ചെയ്യുന്നത്, 1 to 50ൻ്റെ ഇടയിലുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് എഴുതുമ്പോൾ കണ്ടു, ഈ 2 കോളൻസും ഈ ഒരു വരയും കണ്ടു അല്ലേ, 2 രീതിയിൽ കണ്ടു. അപ്പോൾ ദ സിമ്പിൾ ഓഫ് ദിസ്, ഓക്കെ, ഈ ഒരു സ്ട്രെയിറ്റ് ലൈനും ഈ ഒരു കോമ ഇത് കോളനും നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു സിമ്പിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സിന് ശേഷം ഇതിടുന്നത് റീഡ് ചെയ്യുക എങ്ങനെയാണ്, സച്ച് ദാറ്റ് എന്നാണ് പറയുക. അപ്പം എക്സ് സച്ച് ദാറ്റ് എക്സ്, എക്സ് സച്ച് ദാറ്റ് എക്സ്, ഇങ്ങനെയാണ് നമ്മളിത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെന്ത് സെലക്ടർ മെത്തേഡിൽ ഒരു കോമൺ പ്രോപ്പർട്ടി, ഇവിടെ കോമൺ പ്രോപ്പർട്ടി എന്താണ്, പെർഫെക്റ്റ് സ്ക്വയർ ബിലോ 50 ആണ്. ഓക്കെ, അതിൽ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ലേയിങ് ബിറ്റ്വീൻ 0 and 1. 0ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതാൻ. അപ്പം എങ്ങനെ എഴുതാം, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ റിയൽ നമ്പർ. ഇതാണ് നമ്മളെ കോമൺ പ്രോപ്പർട്ടി, റിയൽ നമ്പർ. 1ൻ്റെയും 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് ചോദിക്കുന്നത്. അപ്പം 0നേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം എക്സ്, ദെൻ 1നേക്കാളും എന്തായിരിക്കണം, കുറവും ആയിരിക്കണം. ഓക്കെ, എക്സ്, അതാണ് നമ്മൾ ചോദിക്കുന്നത്. 0 ഗ്രേറ്റർ ദാൻ എക്സ് ആൻഡ് ലെസ് ദാൻ 1, 1നേക്കാളും കുറവും ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ എഴുതാം നമുക്ക് ഈ ഒരു എക്സാമ്പിളിന്. ഇനി അടുത്തത് നോക്കിയേ, എ സെറ്റ് ഓഫ് നമ്പേഴ്സ് 1 3 5 7 9. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, ഇത് നമുക്കറിയാം, ഇതൊരു ഓഡ് നമ്പർ സീരീസ് ആണെന്ന് മനസ്സിലായി.
അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇതൊരു ഫിനിറ്റ് അല്ല അല്ലേ, ഒരു എൻഡ് ഇല്ലാത്തതാണ്. അതുകൊണ്ട് നമുക്ക് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് എഴുതാം. ഓക്കെ, ഇതൊരു ഓഡ് നമ്പറാണ്. ഇതിൻ്റെ കോമൺ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കുകയാണ് നമ്മൾ വേണ്ടത്. ഇനി നോക്കിയേ, ദ സെറ്റ് ഓഫ് റിവർ ഈസ് ഇൻ കേരള. കേരളത്തിലെ റിവേഴ്സിൻ്റെ സെറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ റിവർ ഇൻ കേരള. അപ്പോൾ അത് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ്, ഇല്ല ഓരോ എക്സും എന്താണ്, കേരളത്തിൻ്റെ റിവേഴ്സാണ്. ദെൻ അതേപോലെ ഓരോന്നും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓരോ എക്സാമ്പിൾസും എന്ത് ചെയ്യുക, വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, എലമെൻറ്റ്സ് ഓഫ് സെറ്റാണ് ഇനി പറയാൻ പോകുന്നത്. സെറ്റിൻ്റെ എലമെൻറ്റ്സ് എങ്ങനെയാണ് മനസ്സിലാക്കുക. അപ്പം എലമെൻറ്റ്സ് ഓഫ് സെറ്റ് എന്ന് വെച്ചാൽ മെമ്പർഷിപ്പ് ഇൻ എ സെറ്റ്. ഒരു സെറ്റിലുള്ള മെമ്പർഷിപ്പിനെയാണ് നമ്മൾ എലമെൻറ്റ്സ് ഇൻ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എലമെൻറ്റ് ആണോ അല്ലേ എന്ന് മനസ്സിലാക്കുന്ന രണ്ട് ചിഹ്നങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഇത്. ഓക്കെ, ഇതിനെ നമ്മൾ ബിലോങ്സ് ടു എന്നാണ് പറയുന്നത്. ഈ പോലെ സി ഇട്ടിട്ട് അതിൻ്റെ നടുവിലൊരു വര, അതാണ് ബിലോങ്സ് ടു ഓർ എലമെൻറ്റ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എ എന്ന് പറഞ്ഞ സെറ്റിൽ 1 എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മൾ എങ്ങനെ എഴുതുക, 1 ബിലോങ്സ് ടു എ. എന്ന് പറഞ്ഞ സെറ്റിൽ 1 എന്ന് പറഞ്ഞ എലമെൻറ്റ് ഉണ്ട്. ഇതാണ് ബിലോങ്സ് ടു. ഇനി സെറ്റിൻ്റെ എലമെൻറ്റ് അല്ല, ഇസ് എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ സെറ്റ്. അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതന്നെ നമ്മളൊരു ബാർ ഇട്ടിട്ട്. ഓക്കെ, നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ്. ഇനി ഫോർ എക്സാമ്പിളായിട്ട് എ എന്ന് പറഞ്ഞ സെറ്റിൽ 2 എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ് ഇല്ല എന്ന് നമ്മളിങ്ങനെ എഴുതും, 2 നോട്ട് ബിലോങ്സ് ടു എ. കണ്ടോ, എ എന്ന് പറഞ്ഞ സെറ്റിൽ 2 എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ് ഇല്ല. ഓക്കെ, ഫോർ എക്സാമ്പിളായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്, ഇഫ് എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ സെറ്റ്. അപ്പം നമ്മളെങ്ങനെ എഴുതും, എ ബിലോങ്സ് ടു എ എന്ന് എഴുതും. എ എന്ന് പറഞ്ഞ സെറ്റിൽ എ എന്ന് പറഞ്ഞ എലമെൻറ്റും ഉണ്ട്. ദെൻ ഇഫ് ബി ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് എ, സെറ്റ് എയിൽ ബി എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഇല്ല, അപ്പോൾ ബി നോട്ട് ബിലോങ്സ് ടു എ. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഓരോന്നും നമ്മൾ തന്നെ സ്വന്തമൊക്കെ എന്ത് ചെയ്യാം, സെറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2 ചിഹ്നങ്ങൾ ഓർത്ത് വെക്കുക. ബിലോങ്സ് ടു ആണെങ്കിൽ ഇങ്ങനെയും, നോട്ട് ബിലോങ്സ് ടു ആണെങ്കിൽ ഇങ്ങനെയും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് സെറ്റാണ്. ഓക്കെ, ടൈപ്സ് ഓഫ് സെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റിൽ നമ്മൾ ഓരോ ടൈപ്സ് പഠിക്കുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെറ്റിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് സെറ്റാണ് നൾ സെറ്റ്. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് ഓഫ് സെറ്റാണ് നൾ സെറ്റ്, അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ്, അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്നൊക്കെ പറയും. എ സെറ്റ് കണ്ടെയ്ൻ നോ എലമെൻറ്റ് അറ്റ് ഓൾ ഈസ് കോൾഡ് നൾ സെറ്റ്. ഒരു സെറ്റിൽ എലമെൻറ്റ്സ് ഒന്നും കണ്ടെയ്ൻ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് എംപ്റ്റി സെറ്റ് എന്ന് പറയാം. അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക, വെറും ബ്രാക്കറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ബ്രാക്കറ്റ് ഒന്നെങ്കിൽ ഇതൊരു എംപ്റ്റി സെറ്റാണ്, ഇതൊരു എംപ്റ്റി സെറ്റാണ്, ആൻഡ് ഇതൊരു എംപ്റ്റി സെറ്റാണ്. കണ്ടോ, ഇതിൻ്റെ സെറ്റിൻ്റെ അകത്ത്, അതായത് 2 ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് യാതൊരു എലമെൻറ്റ്സും ഉണ്ടാവില്ല. അതിനെ നമുക്ക് എംപ്റ്റി സെറ്റ് എന്ന് പറയാം. ഓക്കെ, ആണ് എംപ്റ്റി സെറ്റ്. ദ സെറ്റ് കണ്ടെയ്ൻ നോ എലമെൻറ്റ്സ്. ഓക്കെ, ആണ് നൾ സെറ്റ്. ഇനി നെക്സ്റ്റ് സെറ്റാണ് സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ് എന്ന് വെച്ചാൽ എ സെറ്റ് ദാറ്റ് ഹാസ് ഓൺലി 1 എലമെൻറ്റ് ഈസ് കോൾഡ് സിംഗിൾട്ടൺ സെറ്റ്. അതായത് ഒരു സെറ്റിൻ്റെ അകത്ത് ഒരു എലമെൻ്റ് എങ്കിലും ഉണ്ടാവും. ഫോർ എക്സാമ്പിളായിട്ട് നോക്കാം, ബ്രാക്കറ്റ് ഇട്ടിട്ട് സെറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതൊരു സിംഗിൾട്ടൺ സെറ്റാണ്, കാരണം ഇതിൻ്റെ അകത്ത് ഒരു എലമെൻ്റ് ഉണ്ട്. ഇനി സെറ്റ് ഈസ് ഈക്വൽ ടു 3. ഇതൊക്കെ സിംഗിൾട്ടൺ സെറ്റിന് എക്സാമ്പിൾസ് ആണ്. സെറ്റ് ഈസ് ഈക്വൽ ടു 4. ഇതിൻ്റെ ഉള്ളിൽ എന്താണ്, ഒരു എലമെൻറ്റ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള സെറ്റുകളെ സിംഗിൾട്ടൺ സെറ്റ്സ് എന്നാണ് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് സെറ്റാണ് മൂന്നാമത്തെ സെറ്റ്. ഇതിനെ നമ്മൾ ഫിനിറ്റ് സെറ്റ് എന്നാണ് പറയാം. ഫിനിറ്റ് സെറ്റ് എന്ന് വെച്ചാൽ എ സെറ്റ് വിച്ച് കണ്ടെയ്ൻ ഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈസ് കോൾഡ് ഫിനിറ്റ് സെറ്റ്.
ഫിനിറ്റ് സെറ്റിൽ നമുക്ക് എന്താണ് ഒരു ഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ടാവും. ഒരു എലമെൻറ്റ്സ് എന്താണ് ഇത്ര എണ്ണം ഉണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന സെറ്റുകളാണെന്ത് ഫിനിറ്റ് നമ്പർ ഓഫ് സെറ്റ്, ഫിനിറ്റ് സെറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിളായിട്ട് ഫിനിറ്റ് സെറ്റിന് എക്സാമ്പിളായിട്ട് സെറ്റ് ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു 1 4 9 16 25. ഇതൊരു ഫിനിറ്റ് സെറ്റാണ്. ഇതിൽ നമുക്ക് കൃത്യമായിട്ട് ഇത്ര എണ്ണം ഇതിലുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി വേറെ ഒന്ന് നോക്കുക, ബി ഈസ് ഈക്വൽ ടു, ബി എന്ന് പറഞ്ഞൊരു സെറ്റാണ്, ഈക്വൽ ടു 5 10 15, പിന്നെ ഇങ്ങനെ കുറേ ഡോട്ടാണ്, എക്സെട്രാ ഡോട്ട്സ് ആണ്. പിന്നെ ലാസ്റ്റ് വരുന്നത് 100. ഇതും ഒരു ഫിനിറ്റ് സെറ്റാണ്. കാരണം 100 വരെ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കണ്ടാൽ പറയാൻ പറ്റും. ഇനി നമുക്ക് ഇത് രണ്ടും എന്താണ് ടാബുലർ ഫോമിലുള്ള സെറ്റുകളാണ് അല്ലേ. ഈ ഇൻഫിനിറ്റ് നമ്മുടെ സെലക്ടർ അല്ലെങ്കിൽ റൂൾ പ്രകാരമുള്ള റൂൾ മെത്തേഡ് യൂസ് ചെയ്തൊരു സെറ്റ് എഴുതി നോക്കാം. എങ്ങനെ എഴുതും? സി ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം എക്സ് സച്ച് ദാറ്റ് എക്സ്, പിന്നെന്താണ് ഈസ് the number of p, is the number of p PG courses offered by Calicut യൂണിവേഴ്സിറ്റി. ഓക്കെ, ഇതൊരു ഫിനിറ്റ് സെറ്റാണ്. കാരണം ഇതിൽ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്, ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന PG കോഴ്സസിൻ്റെ നമ്പർ, അത് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. അതൊരെന്താണ് ഫിനിറ്റ് സെറ്റാണ്. ഇങ്ങനെയാണ് നമ്മൾ ഫിനിറ്റ് സെറ്റ് എഴുതുക. ഇത് രണ്ടും എന്താണ് ടാബുലർ സെറ്റാണ്. ഇതെന്താണ് റൂൾ മെത്തേഡിൽ എഴുതിയിട്ടുള്ള സെറ്റാണ്. ഓക്കെ, അപ്പം മൂന്നാമത്തെ സെറ്റാണ് ഫിനിറ്റ് സെറ്റ്. ഇനി നാലാമത്തെ സെറ്റാണ് ഇൻഫിനിറ്റ് സെറ്റ്. ഓക്കെ, ഇൻഫിനിറ്റ് സെറ്റ് നോക്കിയേ, എ സെറ്റ് വിച്ച് കണ്ടെയ്ൻ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് എലമെൻറ്റ്. ഒരു സെറ്റിൽ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, അടങ്ങിയിട്ടുണ്ടാവുക. അതായത് നമുക്ക് ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കാനാവില്ല. ഫോർ എക്സാമ്പിളായിട്ട് എഴുതാം, എ ഈസ് ഈക്വൽ ടു സെറ്റാണ്, ഓപ്പൺ ചെയ്തു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു 2 4 6 8 12, പിന്നെ ഡോട്ട്സ് ആണ്. ഇതിൻ്റെ അറ്റത്ത് ഒരു സംഖ്യ ഇല്ലെങ്കിൽ പിന്നെ അത് ഇൻഫിനിറ്റ് ആണ്. കാരണം 12 കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എവിടെ വരെ എണ്ണാം, നമുക്ക് ഇതിനൊരു അന്ത്യം ഉണ്ടാവില്ല. അത് എന്താണ് ഇൻഫിനിറ്റ് സെറ്റാണ്. ഇത് നമുക്ക് ടാബുലറിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇനി നമ്മുടെ റൂൾ മെത്തേഡ് അല്ലെങ്കിൽ സെലക്ടർ മെത്തേഡ് യൂസ് ചെയ്ത് എഴുതിയൊരു സെറ്റാണ് എക്സ് സച്ച് ദാറ്റ് x is the star appeared in the sky at the night. രാത്രി സ്കൈയിൽ ആകാശത്ത് ഉണ്ടാകുന്ന സ്റ്റാർസിൻ്റെ എണ്ണം, നക്ഷത്രങ്ങളുടെ എണ്ണം നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. കാരണം ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് സ്റ്റാർസ് ആണെന്ത് നമ്മുടെ സ്കൈയിലുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇൻഫിനിറ്റ് സെറ്റ്സിൽ എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താം. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ ആകെ ഇന്ന് നമ്മൾ 4 ടൈപ്സ് ഓഫ് സെറ്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നൾ സെറ്റ്, അതേപോലെ സിംഗിൾട്ടൺ സെറ്റ്, ഫിനിറ്റ് സെറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്. ബാക്കി ഇനിയും കുറേ സെറ്റുകൾ വരുന്നുണ്ട്, അത് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്തത് സെറ്റ് തിയറി ആണ്. സെറ്റ് തിയറി എന്ന് പറയുന്നത് എന്താണ്, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് എ ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ് ആണ് എന്ത് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റിനെ നമുക്ക് പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം, നമ്പേഴ്സായിട്ടും അതേപോലെ എന്താണ് നെയിമായിട്ടും ദെൻ ലെറ്റേഴ്സായിട്ടും ആൽഫബറ്റ്സ് ആയിട്ടും റിവേഴ്സായിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. 2 മെത്തേഡ്സ് ആണുള്ളത്, ടാബുലർ മെത്തേഡും സെലക്ടർ മെത്തേഡും. ടാബുലർ മെത്തേഡ് എന്താണെന്നും സെലക്ടർ മെത്തേഡ് എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നമ്മൾ അതിൻ്റെ എലമെൻറ്റ്സ് എങ്ങനെയാണ് ബിലോങ്സ് ടു ആൻഡ് നോട്ട് ബിലോങ്സ് ടു, എങ്ങനെയാണ് ഒരു സെറ്റിലെ മെമ്പർ ആവുന്നത്, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി. ദെൻ ടൈപ്സ് ഓഫ് സെറ്റും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ടൈപ്സുകൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.